അമ്മൂട്ടി നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് പറ. എന്താ അതെന്താ? ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ അമ്മൂട്ടി ഇന്നത്തെ പരിപാടി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഡേ തുടങ്ങുകയാണ്. ഇന്നത്തെ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്താണ് ചെയ്യുന്നത് അമ്മൂട്ടി? എണീക്കുന്നു, പല്ല് കേൾക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവമാണ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വ്ലോഗ് എടുക്കുന്നു, എടുക്കുന്നു, നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോന്നു. അപ്പം ശരിക്കും ആരാ അത്? ഞാനത് ഞങ്ങളുടെ വീഡിയോ എടുക്കുമ്പോഴത്തേന് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. കൂട്ടാതെ നമ്മളിപ്പം പുറത്തു പോയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, പ്ലാൻ ചെയ്തേക്കുന്നത്. സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ ഇരുന്ന് എഴുത്തായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ബാഗ് ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാകുമോളെ കാകുമോൾ അവിടെ വന്ന് നോക്കിയിപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് എന്താ വെച്ചാൽ ഇന്നലെ നൈറ്റ് ഞങ്ങൾക്ക് കുറച്ച് ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോയത് കൊണ്ട് കുറെ നാളായിട്ട് നാടകം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പള്ളി പെരുന്നാളായതുകൊണ്ട് നാടകം കാണാൻ പോയി. കൊറോണയ്ക്ക് മുന്നേ ഞാൻ കണ്ടതാ. ഞാൻ അതിനും മുന്നേ കണ്ടത്. ഞാൻ ഒരുപാട് നാളായി. അപ്പോൾ നാടകമൊക്കെ കണ്ട് ശേഷം വീട്ടിൽ എത്തപ്പോഴത്തേന് ലേറ്റായി. അതുകൊണ്ട് ഇന്നലെ രാത്രി സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നിപ്പം എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ സമയം എന്താ 12 മണിയായിട്ടുണ്ട്. ഫോക്കസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ആ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഗാർഗി വിചാരിച്ചുകൊണ്ടായിരിക്കും ഗാർഗി നമ്മളെ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. ഗാർഗിനെ എന്തായാലും ഒന്ന് പുറത്തേക്ക് കാണിക്കുന്നോണ്ടായിരിക്കും. എന്നും നായകനെ പുറത്തിറക്കിയില്ലല്ലോ. അതെ, അതിനാണ് അവള് വിളിക്കുന്നത്. പോകുന്നതിന് മുന്നേ അവളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പോവാം. നായകൻ വരുന്നു. എന്റെ പോലെ ഇവിടെ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന സൗണ്ടും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അപ്പം ആൾക്ക് ഓടി വരണം. ഓടി വന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ഗാഗിപ്പൻ. എല്ലാവർക്കും ഹായ് കൊടുത്തേ ഗാഗിപ്പൻ. എല്ലാവർക്കും ഹായ് ഹായ് കൊടുത്തേ. ഹായ് ഹായ്. തക്കര കേട്ടോ, തക്കര. ഓക്കെ എന്നാ തക്കര. ഓക്കെ ഓക്കെ. അപ്പം ഗാർഗപ്പനെ ഒന്ന് ഹാപ്പി ആക്കി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എടുക്കാനും അതുപോലെ അതെ ഇന്നത്തെ ഞങ്ങളെ റൊട്ടീൻ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിൽ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് പറ. എന്താ അതെന്താ ഇങ്ങനെയല്ലേ ക്യാമറ പിടിക്കണ്ടേ? സീരിയസ് ആയിട്ട് ഇത് ഇതിനകത്തുള്ളതാ. ഇതാടാ എന്റെ കയ്യില് പുഴു. അത് പിന്നെ ഇങ്ങനത്തെ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുഴുവല്ല പലതും. ഇനി വീട്ടിൽ പോയി ചൊറിയാ. എടി ഇപ്പൊ ഞാൻ ചെയ്തത് സീരിയസ് ആയിട്ട്. അപ്പൊ അത്രയും റിയാലിറ്റി ആയിരുന്നു എന്റെ അഭിനയം. നീ അഭിനയിക്കാണോ? അഭിനയിച്ചതാടി ഇത്ര നേരം ഇവിടെ സംഭവിച്ചത്. അറിഞ്ഞില്ല. എന്തൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? ആരും പറഞ്ഞില്ല. എടി ഇത്ര നേരം ഇവിടെ അഭിനയിച്ചിട്ട് ഇവിടെ എന്നെ പൊട്ടത്തിയാ. അഭിനയാണോ അതോ വ്ളോഗാണോ എനിക്ക് ഡൗട്ടായി. എടി ഇത് സ്ക്രിപ്റ്റിലുള്ളതാ ശരിക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എങ്ങാനും നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ ആയിട്ട് വരുമെന്നായിരിക്കും ഞങ്ങൾ രണ്ടുപേരിൽ ഞങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പൊ അതിനെയാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ റിയൽ ലൈഫിൽ ഞങ്ങൾ ഡെയിലി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേന് ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ വ്ളോഗിലൊന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ ആ സംഭവമാണ് നമ്മൾ ഇപ്പൊ അഭിനയിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അമ്മൂട്ടിക്ക് ഇപ്പോഴായിരിക്കും ഐഡിയ കിട്ടിയത്. നിനക്ക് ഇപ്പോഴല്ലേ ഇതിന്റെ ഐഡിയ കിട്ടിയത്? ആക്ഷൻ. അമ്മൂടി നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുന്ന എന്തോന്ന് ടീച്ചേ എന്നും ഫോൺ വിളി ആൾക്കാർക്ക് ബോറടിക്കൂലേ? കഴിഞ്ഞ അല്ല ശരിയായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ആയിക്കോളാം. അമ്മൂന് ഞാൻ അഭിനയിച്ചു കൊടുക്കുന്നോണ്ട് നീ പടപടയുന്ന ഞാൻ എന്ത് ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് ടീച്ചറിന് കിട്ടണം. അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. അതെന്താ നിനക്ക് അംഗീകരിക്കാൻ? അമ്മൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് വെറുപ്പിക്കരുത്. മൈൻഡ് പിടിച്ചു വരികയാണ്. എന്തോ തെറി പറയാൻ വേണ്ടിയിരുന്ന പോലെ ഉണ്ടല്ലോ. അമ്മൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേന് എന്നെ വെറുപ്പിക്കരുതെന്ന്. ആ മൈൻഡ് പിടിച്ചങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ പിടിച്ചാ മതിയോ മൈൻഡ്?
ഇത് ക്യാരക്ടറാണ്, ക്യാരക്ടർ Okay. ക്യാരക്ടർ ഇത് ഞാൻ വിട്ടിട്ടില്ല. ഞാൻ അടുത്ത ഡയലോഗ് കൂടെ വിടട്ടെ. ഇന്നലത്തെ നാടകത്തിലെ നോട്ടം എങ്ങനെയുണ്ട് ഇഞ്ച? ഇന്നലെ ഞങ്ങൾ നാടകത്തിൽ പോയപ്പോ തന്നെ കലിപ്പ് സീനൊക്കെ ഇടുന്നത് പെട്ടെന്ന് കൽപ്പിടൂ. അയ്യേ, അവരെങ്ങനെ ഇട്ടത്? വാ നമുക്കൊരു ചായ കുടിക്കാം. ആ ശരി. റെഡി, 1 2 3 സ്റ്റാർട്ട് ആക്കാം. ഇഞ്ചന്റെ എപ്പോഴുള്ള ഉദ്ദേശം ഇതാണ്, ചായ കുടിക്കല് ചായ കുടിക്കല്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കുന്നത്. ചായ ഇല്ലാത്ത പരിപാടി. ഞാൻ ഇവിടെ സെറ്റ് ആവട്ടെ. വാ നമുക്കൊരു ചായ കുടിക്കാം, എന്നാലേ മൈൻഡ് സെറ്റ് ആവത്തുള്ളൂ. നീ വാ. എന്താണ് ഉദ്ദേശം? ഇതാണ് സംഭവിക്കുന്നത്, കഥ ഇതാണ്. ഇതിപ്പോ ഈ ലാസ്റ്റ് ആദ്യം വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുന്നേ ചായ കുടിക്കും, വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ചായ അടിക്കും. നീ എന്താ അതിന്റെ ഇടയ്ക്ക് കാണിച്ചോണ്ടിരിക്കുന്നേ? നൊസ്റ്റാൾജിയ നൊക്ലാജിയ എടി, അത് ഇങ്ങനത്തെ പേപ്പർ ഇതെടുത്തിട്ടല്ല കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാ അത് കുറച്ചുകൂടെ കമ്മ്യൂണിസ്റ്റ് പച്ചാന്ന് പറഞ്ഞു. എടുക്കുമല്ലോ. ഇതൊന്നും എടുത്ത് ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇയാളൊന്ന് കാണിച്ചതാ, എന്നിട്ട് ഡയലോഗ് അടിക്കും. കണ്ടാ? പിന്നെ അത് പൊട്ടുന്നത് വേറെ, കീറുന്നത് വേറെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് കാർഡിന്റെ അല്ല, പിന്നെ പൊട്ടുന്നത്. ഇയാളെ ഇത് പിടിക്കും, പോയേക്കാം നമുക്ക്. ഞങ്ങൾ കുറേ നാളായിട്ടോ ഈ ഒരു ഏരിയയിൽ വന്നിട്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് ഞങ്ങൾ കോളേജായിട്ട് ചിത്രീകരിച്ചത് മുഴുവൻ ഈ ഒരു ഏരിയ ആണല്ലേ. ഏറ്റവും കൂടുതൽ കോളേജ് ക്ലാസ് റൂം ഒക്കെ അല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളാണ്, എൽ പി സ്കൂളാണ് കേട്ടോ. കോളേജ് തപ്പി പിടിച്ച് കിട്ടിയത് സ്കൂളാട്ടോ. കോളേജ് കാലഘട്ടമല്ലേ, അപ്പം കോളേജിന് അംബിയൻസ് ഉള്ള ഒരു രീതിയിൽ ഒരു സ്ഥലം കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ തപ്പി നടന്നപ്പോഴത്തേനും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്കൂളായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന് ഈ ഒരു വരാന്തയും അതിന്റെ ഒരു കോൺസെപ്റ്റും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും വളരെ ചുരുങ്ങിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെ? അതെ, കാണാത്തവരൊക്കെ റീൽസ് പോയി കാണുക. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പാട്ട് അന്ന് എടുത്തപ്പോഴത്തേനും സംഭവിച്ച ചെറിയൊരു കഥയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അപ്പുറത്തുനിന്ന് പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നല്ലേ. ഈ ഉച്ച സമയത്ത് റേഡിയോ നീ കേട്ടിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്നു റേഡിയോ, ഇപ്പൊ റേഡിയോ ഒക്കെ ശോഷിച്ചു. പക്ഷെ ഇവിടെ അപ്പുറത്തെ വീട്ടുകളിലൊക്കെ പാട്ടൊക്കെ കേൾക്കുന്ന കേട്ടോ. കരളേ നിൻ, നല്ല രസമല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഉച്ചക്ക് കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്. ഇതെന്ത് പിച്ച ഉണ്ടെന്നല്ല, ഇത് താളം. ഇതിനകത്താണ് എന്റെ വരികളും താളവും ഒക്കെ. ശരിക്കും ഇവിടെ ഉള്ളവരെല്ലാം അനുഗ്രഹീതരുള്ളതല്ലേ, അതിന് പറയുന്ന ഭാഗ്യം ചെയ്തവർ എന്ന് പറഞ്ഞാൽ പോരെ. അതായിരിക്കും ബെറ്റർ. അനുഗ്രഹീതർ തന്നെ വേണം, അങ്ങനെ തന്നെ പറയുന്നേ. അനുഗ്രഹീതരോ? അനുഗ്രഹീതർ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ പറയും. ആക്ഷൻ. ശരിക്കും ഇവിടെ ഉള്ളവരെല്ലാം അനുഗ്രഹീതരല്ലേ? വേണ്ട, അടുത്ത ടേക്ക് എടുക്കാം, ഞാനിത് എഡിറ്റിംഗിൽ പിടിച്ചോളാം. പിന്നെ ഇവിടെ നിന്ന് ശരിയാകാത്തവൻ ഇനി എഡിറ്റിംഗിൽ നമുക്ക് എന്തും ചെയ്യാലോ, കട്ട് ചെയ്ത് ശരിയാക്കാം. ഓക്കെ, എന്നാലും സ്വന്തം പറയാനും പറ്റുന്നില്ല എഡിറ്റില്. അനുഗ്രഹീതർ. 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 എന്നാ ഞാൻ പറയുന്നത് നീ പറയണം. നീ എന്ത് തോന്നിയാലും പറയും. ഓക്കെ, ഞാൻ പറയുന്നത് പറയണേ. തണ്ടുരുളും തടിയുരുളും തടിയിൽമേൽ 1 മണി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി കുരുമുളക് ഉരുളും. കുറുക്കു. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി കുരുമുളക് ഉരുളും. പിന്നെ തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ 1 മണി കുരുമുളക് ഉരുളും. എല്ലാ ഷോട്ടും കഴിഞ്ഞു. ഇത്രേ ഉള്ളോ? അപ്പൊ എന്റെ എന്നാ നിർത്തുന്നത്? ഇത്രേ ഉള്ളു ഷോട്ട്. അപ്പൊ എന്റെ എന്താ? എന്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് ഇവൾക്ക് ഞാൻ ഒരു കിണം പറഞ്ഞു കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ സജഷനും നിനക്കറിയോ, ഏത് ഫിലിം ഇൻഡസ്ട്രിയിലും കഥ ഫസ്റ്റ് നായിക കേൾക്കും. നായിക. നീ എനിക്കത് പറഞ്ഞു തരുന്നില്ല. നിനക്ക് പറഞ്ഞു തരുന്നില്ല. പറഞ്ഞു തരാതെ വന്ന് അഭിനയിക്കുന്നില്ലേ? അങ്ങനെ അഭിനയിച്ചാൽ ഇത് പൂർത്തിയാവും, അല്ലെങ്കിൽ ഇവിടെ കൊല നടക്കും. കൊല ഏത് നായികയ്ക്കും അവർക്കതായിട്ടുള്ള സജഷൻ ഉണ്ട്. ഇത് ഓവറാ. അത് ആ ഓവർ എനിക്ക് താങ്ങാൻ കഴിയാത്തോണ്ടാണ് ഞാൻ ഇത് നിർത്തിയത്. അല്ലാതെ ഇവന് തെറ്റ് തിരുത്താൻ മേലാഞ്ഞിട്ടല്ല. വാ, കം ഓൺ, നെക്സ്റ്റ് ലൊക്കേഷൻ ചേഞ്ച്. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ.
കാക്കൂട്ടം വന്നു. ഇത് മെയിനാണ് കേട്ടോ. ഈ പ്രകടനം എന്നും എപ്പോഴും എവിടെയും ഉള്ളതാണ്. അമ്മൂട്ടി മടുത്ത അമ്മൂട്ടിക്കുള്ള അമ്മൂട്ടി എനിക്കല്ല, എനിക്കിത് വേറെ കൊണ്ടുവന്നിട്ടില്ല. അതാണ് സത്യം. ഇത് ഗാർഗിക്കൂട്ടന്. ഇത് കാപ്പന് കേട്ടോ. ചാട് ജമ്പ് ജമ്പ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്രയും ഷൂട്ടും എല്ലാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരും ബൈ.